CPM-ന്റെ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ചത് 2009 ഒക്ടോബർ 23 മുതൽ 25 വരെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് എന്നും അത് കഴിഞ്ഞ് ഇപ്പോൾ 1.5 ശതാബ്ദം പിന്നിട്ടുവെന്നും ഓർമ്മപ്പെടുത്തുകയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ. ഈ കാലപരിധിക്കുള്ളിലല്ലേ CPM-ലെ ജീർണതയും അപജയങ്ങളുമെല്ലാം അഭൂതപൂർവമായി പരമകാഷ്ഠയിലെത്തിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആ കാലയളവിൽ പാർട്ടി ഘടകങ്ങളും നേതാക്കളും എവിടെയായിരുന്നു? അപ്പോൾ എന്ത് തെറ്റുതിരുത്തലാണ് ഇവിടെ നടന്നിട്ടുള്ളത്? പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടവർ എന്താണ് ചെയ്തത്? സമസ്ത മാലിന്യങ്ങളും പാർട്ടിയുടെ മേൽ കയറ്റിവെച്ച് അതിനെ വിഴുപ്പുഭാണ്ഡമാക്കിയത് ആരാണ്? തെറ്റുതിരുത്തൽ നടക്കേണ്ടത് മുകൾ തട്ടിൽ നിന്നാണ് എന്നാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്. മുകളിൽ നിന്നായാൽ മുന്തിരിങ്ങ പുളിക്കുമല്ലോ എന്നും ശക്തിധരൻ പരിഹസിക്കുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാരണങ്ങൾ പഠിച്ച് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ തിരുത്തുമെന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തിധരൻ പാർട്ടിയുടെ പഴയ തെറ്റുതിരുത്തൽ രേഖകൾ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആഡംബരത്തിന് പറക്കാൻ തയ്യാറാക്കിയ ഹെലികോപ്റ്റർ കയ്യെത്തും ദൂരത്ത് നിർത്തിയിട്ടല്ലേ തെറ്റുതിരുത്തൽ? ഇതെന്തൊരു പ്രഹസനമാണ്? ശക്തിധരൻ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങൾക്ക് വഴിവിട്ട മാർഗത്തിലൂടെ സ്വത്ത് സമാഹരിക്കാൻ കഴിയുന്നത് അവരുടെ അവകാശമായി മാറിയിരിക്കുന്നു. മധ്യവർഗത്തിൽപ്പെട്ട കമ്മിസാർമാർക്ക് സോവിയറ്റ് യൂണിയനിലും ഇത് തന്നെയായിരുന്നു മുൻഗണന. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖം മൂടി അണിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാം, നിയമവ്യവസ്ഥയെ വെട്ടിച്ചു നടക്കാം, കോടതി ശിക്ഷിച്ചാൽ പോലും ജയിലിൽ കയറാതെ മുങ്ങി നടക്കാം, ശിക്ഷ വിധിച്ചാലും പോലീസിനെ സ്വാധീനിച്ച് സാധാരണ പൗരന്മാരെ പോലെ സ്വതന്ത്രരായി നടക്കാം, എത്ര പെൺവാണിഭ കേസിൽ കുടുങ്ങിയാലും കയ്യാമം വീഴില്ല, ഭരണ നേതൃത്വം കാത്തോളും, എത്ര അതിനീച കൊലയിലും എവിടെയെങ്കിലും ചെങ്കൊടിയുടെ തുമ്പെങ്കിലും കാണും. അതാണ് ഇപ്പോഴത്തെ CPM. എപ്പോഴും ശത്രുക്കളുടെ നടുവിലാണെന്ന് സങ്കല്പിച്ച് നടക്കുന്നത് കൊണ്ടാണ് 40 കാറുകളുടെ നടുവിൽ മാത്രം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കപടത വിളയുന്ന പ്രസ്ഥാനമാണ് ഇന്ന് CPM. നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം, ഇതാണ് മുഖ്യമന്ത്രിയുടെ ഭാവം. ഇങ്ങനെയൊരു രക്തരക്ഷസിന് എത്ര നാൾ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമെന്നും ശക്തിധരൻ ചോദിക്കുന്നു. അടിമപ്പട ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല. 1964 ഏപ്രിൽ 11 CPI ദേശീയ കൗൺസിലിൽ നിന്ന് 32 അംഗങ്ങൾ പ്രതിഷേധിച്ചിറങ്ങിയാണ് CPM രൂപീകരിച്ചത്. ആന്ധ്രയിലെ തെന്നാലിയിൽ ചേർന്ന കൺവെൻഷനിലാണ് CPM-ന്റെ പിറവി. മുഖ്യമന്ത്രിയും ഇന്നത്തെ CPM നേതൃത്വവും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോഴും ദേശീയ കൗൺസിലിൽ നിന്ന് ആരെങ്കിലും പ്രതിഷേധിച്ചിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ പാർട്ടിയുടെ അടിത്തറ ഇളകി നിൽക്കുകയാണ്. ജനങ്ങളെ ഇത്രയും ശത്രുക്കളായി കാണുന്ന മറ്റേതെങ്കിലും ഒരു ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തെ ഞെരിച്ചു കൊല്ലുന്ന ചുമപ്പ് ഭീകരതയുടെ തിരുത്തൽ വെറും പ്രഹസനം മാത്രമാണ്. മുഖ്യമന്ത്രി തന്നെ കമ്മ്യൂണിസത്തെ നിരന്തരം അപഹസിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ദുഷ്ടഭരണാധികാരി എന്ന് ആരെങ്കിലും അധിക്ഷേപിക്കുന്നതിൽ പോലും അഭിമാനം കൊള്ളുകയാണ് മുഖ്യമന്ത്രി. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പരിസമാപ്തി പോലും ഒരു പരിഹാസമായി തീർന്നിരിക്കുന്നു. തെറ്റുതിരുത്തൽ എന്ന വിളിപ്പേര് കേട്ട് ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും അടിമപ്പടയുമാണ്. തിരുത്തലുകൾക്ക് അതീതമാണ് ഈ നേതൃത്വം എന്നത് അന്വർത്ഥമായി. പാർട്ടിയിൽ തുടരണമെന്നുണ്ടെങ്കിൽ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞോളണം. മുഖ്യമന്ത്രിയും കുടുംബവും എത്ര കോടി സമ്പാദിച്ചാലും നാവ് വാക്യത്ത് തന്നെ ഇട്ടേക്കണം. ബൂർഷാ മാധ്യമങ്ങളുടെ താളത്തിന് തുള്ളി ജന്മം പാഴാക്കേണ്ടതില്ല. ഇതാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ജി ശക്തിധരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. നന്ദി, നമസ്കാരം.